പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണാതായതിനെ തുടർന്ന് കാര്യങ്ങൾ ആകെ വഷളായിരിക്കുകയാണ്. ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയാണ് ജാനകി. എന്നാൽ ഇതേ തുടർന്നാണ് പൊന്നുവിനെ തിരികെ വീട്ടിലേക്ക് ലച്ചു എത്തിക്കുന്നത്. മാത്രവുമല്ല, ലച്ചു ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ മറ്റ് ആൾക്കാരാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അഭി ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതെല്ലാം പിന്നെ പറയാമെന്ന് അറിയിക്കുന്ന ലച്ചു ഇപ്പോൾ പൊന്നുവിന്റെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കുന്ന പൊന്നു കൃത്യസമയത്ത് കാര്യങ്ങൾ താൻ ചെയ്തു കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പൊന്നുവിനെ രക്ഷിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ജാനകിക്ക്. എന്നാൽ ഇതേ സമയം അമൽ ഇനി എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അമലിന്റെ ഭാര്യ തെറ്റ് ചെയ്യാത്ത എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ജാനകി ക്ഷമ ചോദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അമ്മൂമ്മ. ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന ജാനകി മാപ്പ് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.